എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ച് ഈ മനുഷ്യന് പിന്നെ ഉറക്കമില്ല. വെളുപ്പാൻ കാലത്ത് തന്നെ ഞങ്ങളെ വാരിപ്പറക്കി കൂട്ടി കാറിലിട്ടിട്ടുണ്ട്. ഇപ്പം അവൻ ഉറങ്ങി വീണേനെ. അങ്ങനെതാ ഞങ്ങൾ നാട്ടിലേക്കുള്ള യാത്രയിലാണ്. ലാസ്റ്റ് നമ്മുടെ സൂര്യൻ ചേട്ടനും എണീറ്റ് വന്നു. ഇനിയിപ്പോൾ എൻ്റെ ലക്ഷ്യം മൊത്തം ഈ സൈഡിലുള്ള കുന്നും മലകളും നിരകളും പ്രകൃതി രമണീയ കാഴ്ചകൾ കാണുക എന്നുള്ളതല്ല, ഹോട്ടൽ എവിടെയാണെന്നാണ്. 1 മണിക്കൂർ മുന്നേ പറഞ്ഞാൽ മാത്രമേ എൻ്റെ കെട്ടിയോൻ ബ്രേക്ക് ഔട്ടുള്ളൂ. അങ്ങനെ നാട് ബ്രേക്ക് ഔട്ടി അമ്പട പൂരി ഇഡലി മസാല ദോശ ഒക്കെ കഴിച്ചു. വീണ്ടും ഞങ്ങളെ പറക്കി കൂട്ടി എൻ്റെ കാറിലിട്ടിട്ടുണ്ട്. വഴിയിൽ എന്തൊക്കെ അമ്മൻകുളം പോലത്തെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. എന്നോട് കെട്ടിയോൻ പറഞ്ഞു വീഡിയോ എടുക്കുക, ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷേ എൻ്റെ ലക്ഷ്യം അതല്ലായിരുന്നു. ഉച്ചയ്ക്ക് എവിടെ നിന്ന് എന്ത് കഴിക്കുമെന്നുള്ളതായിരുന്നു. ഞാൻ അത് തപ്പിക്കൊണ്ടായിരുന്നു. കണ്ടു അപ്പോൾ അവിടെ ഞാൻ ബ്രേക്ക് ഔട്ടിച്ചു, വയർ നിറയെ കഴിച്ചു. ഇനിയിപ്പോൾ ഉള്ള പ്രശ്നം എന്താണ്? ദേണ്ട ഹെയർ പിൻ കയറുകയാണ്. ഇനി കഴിച്ചത് മൊത്തം ഇങ്ങോട്ട് പുറത്തേക്ക് ചാടും. അങ്ങനെ ആ ഹെയർ പിൻ എങ്ങനെയൊക്കെയോ ഒന്ന് കയറി ഇറങ്ങി താഴെ എത്തിയപ്പോൾ നമ്മുടെ പ്രകൃതി രമണീയമായ തേയിലത്തോട്ടവും പൊടിപൊടിയായി വീഴുന്ന മഴയും അത് കണ്ടപ്പോൾ എനിക്ക് ദുൽഖർ സൽമാനെ ഓർമ്മ വന്നു. മഴ, ചായ, ജോൺസൺ മാഷ്. എനിക്കിപ്പോൾ ചായ കുടിക്കും. ഇവിടെ ഞാൻ ചവിട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വണ്ടി അടിച്ചു വിട്ട് പോയെങ്കിലും കാഞ്ഞിരപ്പള്ളി കെയർ ബേക്കറിയുടെ ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ തന്നെ ബ്രേക്ക് ചവിട്ടി. അങ്ങനെ ചൂട് ചായയും ചൂട് മഴയും കണ്ട് പല്ലിൻ്റെ ഇടയ്ക്കറിയ പപ്സും കുത്തിയിളക്കി കൊണ്ടിരുന്നപ്പോൾ ഗൂഗിൾ മാപ്പ് വിളിച്ചു പറഞ്ഞു,